ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ. മഴയെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ബൊഗൻവില്ല ചെടികളിൽ പൂക്കളുണ്ടായതുപോലെ തന്നെ അഡീനിയം ചെടികളിൽ നല്ല പൂക്കൾ നിറയാൻ തുടങ്ങി. നല്ല വെയിലൊക്കെ കിട്ടുമ്പോൾ തന്നെ അഡീനിയം ചെടികളിലും പൂക്കൾ ഉണ്ടായിക്കൊള്ളും. എന്നാൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുവാനായി നമ്മൾക്ക് കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അഡീനിയം ചെടികളുടെ കോഡക്സുകളിൽ ധാരാളം വെള്ളം ശേഖരിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് അഡീനിയം ചെടികൾക്ക് ആഴ്ചയിൽ 2 തവണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളമായാൽ അഡീനിയത്തിൻ്റെ ഇലകൾ പഴുത്ത് കൊഴിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. അഡീനിയം ചെടികളിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുവാനായി എല്ലുപൊടി സമമായിട്ട് വേപ്പിൻ പിണ്ണാക്കും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നത്. ഇവ രണ്ടും ഒരേ അളവിലെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലുപൊടിയിൽ ധാരാളം കാൽസ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അവ പൂക്കളുണ്ടാകുവാൻ സഹായിക്കുന്നു. ഇതിൽ നിന്നും ഓരോ സ്പൂൺ വീതം എടുത്ത് ഓരോ ചെടിയുടെയും സൈഡ് വഴി ചുറ്റിലും ഇട്ട് കൊടുക്കുക. എല്ലുപൊടി ഒരു സ്ലോ റിലൈസിങ് ഫെർട്ടിലൈസറാണ്. ഇത് വളരെ പതുക്കെ മണ്ണിൽ ലയിച്ചു ചേരുകയുള്ളൂ. ചെടികൾക്ക് വളരെ പതുക്കെ ഈ ഫെർട്ടിലൈസർ വലിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ചുറ്റിലും ഇട്ടതിന് ശേഷം മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. മണ്ണ് നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ വളങ്ങൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പടരുകയും വേരുകൾക്ക് വലിച്ചെടുക്കുവാൻ എളുപ്പമാവുകയും ചെയ്യും. അതിനുശേഷം നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പഴത്തൊലി അരച്ച് നേർപ്പിച്ചതും തേങ്ങാവെള്ളവും ഒക്കെ നന്നായി പുളിപ്പിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നന്നായി പൂക്കളുണ്ടാകും. ഇത് ലഭ്യത അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ചില സമയത്ത് മീലി ബഗ്സുകളുടെ ഉപദ്രവം ഇലകളുടെ അടിഭാഗത്ത് വെളുത്ത പൊടി പോലെ കാണപ്പെടുന്നുണ്ട്. ഇത് പരിഹരിക്കുവാനായി സാഫ് അല്പം വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇലകളിലും അടിഭാഗത്തുമെല്ലാം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.